നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ. നിൻമിഴിയാകും മധുപാത്രത്തിലെ, നിൻമിഴിയാകും മധുപാത്രത്തിലെ മാസ്മരമധുരം നുകരാം ഞാൻ, മാസ്മരമധുരം. നമസ്കാരം. ഔട്ട് TV 24/7 ഇന്ന് ഞാനും എൻ്റെ കലയും എന്ന സെഗ്മെന്റിൽ എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സുനിത നോയലാണ്. നമസ്കാരം. നമസ്കാരം. സുനിത നോയൽ ഒരുപാട് വർഷമായിട്ട് പ്രവാസിയായിട്ട് ഇവിടെ ഉണ്ട്. ഡാൻസ് ടീച്ചറാണ്. ഒരുപാട് കലാമേഖലകളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ അടുത്ത സമയത്താണ് അരങ്ങേറ്റം, കുറേ കുട്ടികളുടെ അരങ്ങേറ്റം ചെയ്തത് അല്ലേ? ഈ ഏത് വർഷമാണ് പ്രവാസിയായിട്ട് ഇവിടെ എത്തുന്നത്? 2008 2008 എത്തുന്നത്. ഓക്കെ. ഈ നമ്മൾ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ കലയുമായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ. ഏത് വർഷം മുതൽ ഈ കല അഭ്യസിച്ചു തുടങ്ങിയത്? കല ശരിക്കും പറഞ്ഞാൽ ചെറുപ്പം തുടങ്ങി ഒരു ബൈ ബർത്ത് കിട്ടിയേക്കുന്ന ഒരു ഇതുകൊണ്ട് ചെയ്യും. പക്ഷെ നമ്മൾ ഒരു 7 വയസ്സൊക്കെ ഉള്ളപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത്. തുളസി ടീച്ചറായിരുന്നു ഫസ്റ്റ് ഗുരു. പിന്നീട് അത് കഴിഞ്ഞ് ഈ 10th ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ പാരൻസ് സ്റ്റോപ്പ് ആക്കുമല്ലോ. അങ്ങനെ സ്റ്റോപ്പ് ചെയ്തപ്പോൾ എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഇങ്ങനെ നിന്നേച്ച്. ആ ടൈമിൽ ഈ പറഞ്ഞ പോലെ സ്റ്റോപ്പാക്കി വീട്ടുകാർ, പഠിക്കുന്നില്ല എന്ന് പറഞ്ഞത്. പിന്നീട് ആഫ്റ്റർ മാരേജ് ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് തുടങ്ങിയുള്ള എൻ്റെ യാത്ര. ഡാൻസ് ഡിഗ്രി എടുത്തു, പിന്നെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു, പഠിപ്പിക്കുന്നു. ഈ കല്യാണം കഴിഞ്ഞാണ് ശരിക്കും പ്രവാസിയായിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഈ പ്രവാസ ലോകത്ത് ആദ്യം വരുമ്പോൾ ഉണ്ടാവുന്ന എന്തായിരുന്നു ഒരു മനസ്സിൽ? എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളീസും എല്ലാവരും ഇന്ന് കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്. എല്ലാവരും കുറച്ചും കൂടി നല്ലവരാണ്. ഈ പറഞ്ഞ പോലെ മലയാളി കേരളം വിട്ടാൽ നന്നാവെന്ന് പറഞ്ഞ പോലെ ഇവിടെ എല്ലാം മലയാളീസ് നല്ല മനുഷ്യരാണ്. ശരിക്കും ഫസ്റ്റ് എത്തുന്നത് ഷാർജയിൽ തന്നെയാണ് അതോ ദുബൈയിൽ? ഷാർജയിൽ തന്നെയാണ്. ഇപ്പം എത്ര വർഷമായി ഷാർജയിൽ ഈ പ്രവാസം തുടങ്ങിയിട്ട്? ഓൾമോസ്റ്റ് 16 ആയെന്ന് തോന്നുന്നു. പ്രവാസിയായിട്ട് ഇവിടെ വന്നതിന് ശേഷം കുറേ കുട്ടികളെ ഈ പറയും പോലെ ഡാൻസ് പഠിപ്പിക്കുകയും അവരുമായിട്ടുള്ള കുറേ ഇൻട്രാക്ഷൻ ഉണ്ടാകും. അപ്പം അതിൽ നിന്ന് ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഫീലിങ്സ് ഒക്കെ എങ്ങനെയാണ് ഇപ്പം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഞാൻ ആദ്യമായിട്ട് ചർച്ചിലാണ് പഠിപ്പിച്ചത്. അന്ന് ഈ പറഞ്ഞ പോലെ ഒരു 4-5 ഡാൻസ്, ക്ലാസിക്കലും സിനിമാറ്റിക്കും കൂടി. ഇപ്പം ആ കുട്ടികളൊക്കെ എനിക്ക് തോന്നുന്നു ഡോക്ടർമാരും കുറേ കല്യാണം കഴിച്ചു പോയിട്ടുണ്ട്. ഇന്നലെ ഒരു ഗ്രൂപ്പ് ആൾക്കാർ പഠിക്കാൻ വന്നപ്പം അന്നത്തെ ഒരു മോള്, അവളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. അവളിപ്പോൾ ലോയറാണ്. അപ്പം അത് ഭയങ്കര സന്തോഷമായി. കുട്ടി ഇപ്പോഴും അവർ നമ്മൾ ഓർക്കുന്നു. നമ്മൾ മറന്നുപോയാലും കുട്ടികൾ നമ്മളെ മറക്കത്തില്ല. അതാണ് ഈ ഒരു അധ്യാപനം എന്ന് പറയുന്നത്. നമുക്ക് ഡാൻസ് ആയിരുന്നാലും അല്ലാത്ത തീർച്ചയായിട്ടും ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടാവും. മുതിർന്ന ഒരാൾ വന്ന് പഠിച്ചാലും ശരി, എന്നെ അധ്യാപിക പഠിപ്പിച്ചതാണ് എന്നുള്ള ആ ഒരു ഇതുണ്ടാവും. ഈ ഓരോ വർഷവും കുറെ കുട്ടികൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, അവർ അരങ്ങേറ്റം നടത്തുന്നു. അങ്ങനെ അവര് കുറച്ചാൾ പിന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു അല്ലേ? കുറെ പേര് കണ്ടിന്യൂ ചെയ്യും. പിന്നെ അരങ്ങേറ്റം കഴിയുമ്പോഴേക്കും അടുത്ത ബാച്ച് എത്തും. അങ്ങനെയാണ് ഇതിന്റെ ഒരു ശരിക്കും പറഞ്ഞ കൊറോണ വരെ നല്ല ലെവലിലൊക്കെ പോയിരുന്നതാണ്. അതിനുശേഷമാണ് കുറച്ചൊരു ഗ്യാപ്പ് വന്നിട്ട് പിന്നെയും അതുപോലെ തന്നെ തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഈ കലാമേഖലയിൽ ഇങ്ങനെ ഡാൻസും ഇതൊക്കെ ആയിട്ട് പോകുമ്പോഴേക്കും എപ്പോഴാണ് ആൽബം അല്ലെങ്കിൽ സിനിമ എന്ന ഒരു ഇതിലേക്ക് മാറിയത്? എനിക്ക് തോന്നുന്നു ഈ കലാകാരൻ, പ്രത്യേകിച്ച് ഡാൻസ് ഒക്കെ ഉള്ളവർക്ക് അഭിനയിക്കാനുള്ളൊരു ചെറിയൊരു ഇത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു 7 ആൽബം ടോഷ് ക്രിസ്റ്റിയായിട്ട് ONV അങ്ങനെ പ്രമുഖരായിട്ടുള്ള കുറേ സംഗീത സംവിധായകർ വെച്ചിട്ട് ഒരു ആൽബം ചെയ്തു. 7 പാട്ട്. അങ്ങനെ അതിലെ തുടക്കം കുറിച്ചത്. അങ്ങനെയാണ് ഈ എന്താണ് നമ്മുടെ ഡാൻസിൽ നിന്ന് നേരെ ഒരു അഭിനയത്തിലേക്കുള്ള ചുവട് മാറ്റം. ഈ ഇപ്പം സ്വാഭാവികമാണ്, പഴയ ഇതുപോലെയല്ല. പഴയതാണെങ്കിൽ നമുക്ക് അവസരങ്ങൾ അത്ര ഈസി അല്ല. ഇപ്പൊ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ് അല്ലേ? അപ്പം ഇപ്പം എന്തൊക്കെയാണ് ചെയ്യുന്ന ആക്ടിവിറ്റീസ്? ഇപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മളൊരു സിനിമ, നമ്മൾ ഒരുമിച്ചൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അതിലുണ്ട്.
പിന്നെ അതിന് മുമ്പ് ഒരു സിനിമ നമ്മുടെ മണിയമ്പിള്ള രാജുവിൻ്റെ മോനായിട്ട് ഒരു സിനിമ ചെയ്തു. പക്ഷെ ഞാനങ്ങനെ എല്ലാത്തിനും നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, നാട്ടിലേക്കൊന്നും എപ്പോഴും നമുക്ക് ഓടിപ്പോകാൻ പറ്റാത്തതുകൊണ്ടും നല്ലത് നോക്കി സെലക്ട് ചെയ്തു. ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഹാപ്പി ആവുന്നു. അതായത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യങ്ങളിൽ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോഴും ഹാപ്പിയാണ് ഈ ഡാൻസ്, പിന്നെ സ്റ്റേജ് ഷോസ് അങ്ങനെ പോകുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഡാൻസിൽ. ഞാൻ 100% സാറ്റിസ്ഫാക്ഷൻ. പിന്നെ ഈ ഓരോ പ്രാവശ്യവും നമ്മൾ പുതിയ പുതിയ ഇതാണല്ലോ പെർഫോം ചെയ്യുന്നത്. അപ്പം അതെങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്? പുതിയ കുറേ കുട്ടികളുമായിട്ട് അതായത് പുതിയ ഐറ്റംസ് ആണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും പഠിക്കുന്നു. ഡോക്ടറേറ്റ് എടുക്കണമെന്നൊരു ആഗ്രഹം ഉള്ളിലുള്ളതുകൊണ്ട് ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഗുരുവും ഇപ്പോഴും പഠിക്കുന്നു. ഞങ്ങളൊക്കെ മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങൾ ഇപ്പോഴും ഈ എന്താ പറയുക, ചെറിയ ചെറിയ കുട്ടികൾ പോലെയാണ് ഇപ്പോഴും. ഞങ്ങൾക്കും ലൈഫ് ലോങ് പഠിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇഷ്ടംപോലെ ഇനിയും പഠിക്കാനിരിക്കുന്നത്. നമ്മൾ ഈ പറയുമ്പോൾ ഡാൻസ് പഠിപ്പിക്കുമ്പോഴും ഒരുപാട് പഠിക്കാൻ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. അത് അവരുടെ ഉള്ളിൽ നമുക്ക് ആഗ്രഹം വരും. ഈ കലാകാരികൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും, നമുക്ക് മരിക്കണ സമയം വരെ നമുക്ക് പഠിക്കുകയും കളിക്കുകയും ചെയ്യണം എന്നുള്ളത്. അതൊരു ഗ്രേറ്റ് ആയതാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ മോളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ മാലാഖ കുട്ടിയാണ് മാമിനുള്ളത്. പിന്നെ അവളുടെ ഡാൻസ്, അവളുടെ പെർഫോമൻസ് അത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അത് അവളെങ്ങനെയാണ് അത് ട്രെയിൻ ചെയ്തത്? അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 3 വയസ്സിലെ അവള് ഒരു ആഗ്രഹം പറഞ്ഞു. മോൻ ഡാൻസ് കളിച്ചപ്പോൾ പള്ളിയിലായിരുന്നു ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നത്. അന്ന് മോനാണ് പ്രോഗ്രാം ചെയ്തത്. അപ്പം അവൾക്ക് അവിടെ കളിക്കണം എന്ന് പറഞ്ഞ് ബഹളം വെച്ചു. അപ്പം അപ്പോഴും ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവളുടെ ആഗ്രഹപ്രകാരം അവിടുത്തെ അച്ഛൻ സ്റ്റേജിൽ കയറാൻ സമ്മതിച്ചു. അന്ന് മനസ്സിലാക്കി ഇവളുടെ ഉള്ളിൽ ഇതുണ്ടെന്നുള്ളത്. പിന്നെ ഞാൻ കുറച്ചും കൂടി കെയർ ചെയ്യാൻ തുടങ്ങി. പക്ഷെ നമ്മുടെ നോർമൽ കുട്ടികളുടെ കൂടെ കളിക്കാനിരുന്നാലും അവൾ അത്ര ചില സമയത്ത് മടി പിടിച്ചൊക്കെ പോകും. പക്ഷെ അവൾ ഇവിടെ ഇരുന്ന് എല്ലാം നോട്ട് ചെയ്യും. ഓരോ സ്റ്റെപ്പ് നോട്ട് ചെയ്യും. അവൾ ഒരു മാറി നിന്ന് അവളുടെ പ്രാക്ടീസ് ഉണ്ട്, റൂമൊക്കെ അടച്ചിട്ടിട്ടാണ്. അത് അതേപോലെ തന്നെ ചെയ്യുകയും ചെയ്യും. ഇവിടെ നോക്കി ഇരുന്നിട്ട് പോയി ചെയ്യും. പക്ഷെ പിന്നീട് അവൾ 2 മണിക്കൂറൊക്കെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് അത് അങ്ങോട്ട് പഠിച്ചെടുക്കും. അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം മാത്രം. അപ്പോൾ അവളുടെ ഓരോ സ്റ്റെപ്പ് ഞാൻ അവളുടെ കഴിഞ്ഞ 7-8 വർഷമായിട്ട് അവളുടെ ഓരോ പെർഫോമൻസ് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവൾ കൂടുതൽ ഡാൻസിലൂടെ പെർഫോം ചെയ്ത് ആൾക്കാരുടെ കയ്യടി നേടുന്നു. അതൊരു വലിയ കാര്യമാണ്. അപ്പം അതിന് അവളുടെ അമ്മയെന്ന നിലയിൽ സുനിതയ്ക്ക് അഭിമാനിക്കാം. നിങ്ങൾ രണ്ടുപേരും, അതായത് നോയലും അതുപോലെ തന്നെ കൊടുക്കുന്ന ഈ സപ്പോർട്ട്, നോയലിന്റെ സപ്പോർട്ടാണ് സുനിത ഈ ഒരു ലെവലിലോട്ട് വരുന്നത്. ഓരോ കാര്യത്തിലും നമുക്ക് കിട്ടുന്ന സപ്പോർട്ടാണ് നമ്മളെ ഓരോ സ്റ്റെപ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പം മോളുടെ പെർഫോമൻസ് ഇങ്ങനെ വന്നുകൊണ്ട് അവളിപ്പോ ഒരു സിനിമയിലും അഭിനയിച്ചു കഴിഞ്ഞു. അതിനു മുമ്പ് ഒരു ആൽബം ചെയ്തു, ഒരു ഷോർട്ട് ഫിലിം ഒരെണ്ണം ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും ഒക്കെ ഉണ്ടല്ലോ. സുനിതയെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നത്? ഓഫ്ലൈൻ. അതിലൊരു ഡൗട്ട് ഇല്ല. എനിക്ക് ഓൺലൈൻ ഇഷ്ടമല്ല. ആണല്ലേ? പെർഫെക്ഷൻ ആക്കാൻ പറ്റത്തില്ല. ഇപ്പൊ അന്ന് എന്റെ പ്രോഗ്രാം ലാസ്റ്റ് കണ്ടതല്ലേ, അറിയാലോ എങ്ങനെയായിരുന്നു. ഓരോ പെർഫെക്ഷൻ അത് 100% നമുക്ക് അത് ഓഫ്ലൈൻ ആണ്. ഞാൻ ഓൺലൈൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഇതിപ്പോ കാണുന്ന ആൾക്കാർക്ക് അവർക്ക് ഒരു പക്ഷേ ആഗ്രഹം ഉണ്ടാവും, നമ്മളിപ്പോൾ ഷാർജയിലാണെങ്കിലോ അല്ലെങ്കിൽ ഷാർജയിൽ വന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് കണക്ട് ചെയ്യാനുള്ളൊരു മാർഗം? എൻ്റെ നമ്പർ ഞാൻ ഇതിൽ തന്നേക്കാം. പിന്നെ ഇമെയിൽ ഐ ഡിയും തരാം. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. നാട്ടിൽ എവിടെയാണ്? പിന്നെ ഒരു സിസ്റ്റർ വേറെ എവിടെയാണെന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ചേട്ടനും അനിയത്തിയും, ഞങ്ങളുടെ ഒരു കുഞ്ഞു കുടുംബം. അതാണ്. അവരിപ്പോൾ നാട്ടിലാരും ഇല്ല, എല്ലാവരും കാനഡയിലാണ്. അനിയത്തി എല്ലാവരും കാനഡയിൽ തന്നെയാണ്. നാട്ടിലപ്പോ എവിടെയായിരുന്നു? ഞാൻ കൊരട്ടി, അതായത് തൃശ്ശൂർ കൊരട്ടിയിലായിരുന്നു. എൻ്റെ ഫാമിലി ചെറുപ്പം അവിടെയായിരുന്നു. പിന്നെ സ്കൂൾ കാലഘട്ടവും കോളേജും ഒക്കെ അവിടെ തന്നെയായിരുന്നു. അങ്കമാലി മോർണിംഗ് സ്റ്റാർ, പിന്നെ ചാലക്കുടിയിൽ കോളേജിലും ഞാൻ പഠിച്ചത്. പിന്നീട് കല്യാണം കഴിച്ച് വന്നിട്ടാണ് ബാക്കിയുള്ള പഠിത്തമൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇതിനിടയ്ക്ക് കാനഡയിലൊക്കെ പോയല്ലേ? ഇടയ്ക്ക് അപ്പച്ചനും അമ്മച്ചിനെ കാണാൻ വേണ്ടി പോയി. അപ്പച്ചനും അമ്മച്ചിയും കാനഡയിൽ സെറ്റിലായി. അവിടെ എല്ലാവരും കുറെ നാളെ 10-40 വർഷത്തോളം അവിടെ തന്നെ. ശരി.
പിന്നെ അനിയത്തിയും അവിടെ തന്നെയാണ്. അവിടെ തന്നെ. ഓക്കെ. ചേട്ടനും ചേട്ടനും ഞാൻ തന്നെ. അപ്പം ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. പക്ഷെ ഞാൻ മെയിനായിട്ട് എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഈ യു എ എന്ന സ്ഥലത്ത് ഇത്ര കെയറിങ്ങും. ഈ ഒരു യു എ എന്ന ഒരു വലിയൊരു കൺട്രിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് കിട്ടുന്ന സേഫ്റ്റി. അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്ഥലം ഓക്കെ, ഗ്രേറ്റ്. അപ്പം ഈ ഓരോ സമയത്തും നമ്മൾ കാനഡയിൽ പോകാനോ അല്ലെങ്കിൽ നാട്ടിൽ പോകണോ എന്ന് വരുമ്പം ഏറ്റവും ചൂസ് ചെയ്യുന്ന കാനഡ ആയിരിക്കും അല്ലേ? ഇനിയിപ്പോൾ കാനഡയിലാണ് എല്ലാവരും ഉള്ളത്, നാട്ടിലിപ്പോൾ ആരുമില്ല. ഇതിനിടയ്ക്ക് എനിക്ക് കുറച്ച് വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ പറയണം, ഭയങ്കര ദൈവവിശ്വാസിയാണല്ലേ? അതങ്ങനെയാണ്. കുഞ്ഞിൽ തുടങ്ങി ഞാൻ കോൺവെന്റിൽ പഠിച്ചുകൊണ്ടായിരിക്കാം, സിസ്റ്റേഴ്സ് ആയിട്ടുള്ളത് കൊണ്ടൊക്കെ ദൈവത്തെ വിളിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും എന്നെ ദൈവമാണ് എന്നെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത്. ഒരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറിലൂടെയാണ് കടന്നു പോയത്. ഞാൻ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. തിരിച്ച് എന്താണ് ജീവിതത്തിനും ഇതിനും ഇടയ്ക്കുള്ള ഒരു നൂൽപ്പാലത്തിലൂടെയുള്ള ഒരു യാത്ര. ICUയിൽ 2-3 ദിവസം വെന്റിലേറ്ററിൽ കിടന്നു. ഞാൻ വന്നു കണ്ടപ്പോഴും തിരിച്ച് ആ നോർമലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടതാണ്. അപ്പം അതൊരു ദൈവത്തിന്റെ ഒരു മിറാക്കിൾ എന്ന് തന്നെ പറയാം. കാരണം അപ്പച്ചൻ ഇപ്പം ഇല്ല. എനിക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നു. ടോട്ടലി ഞാൻ പോയി. എനിക്ക് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു രക്ഷയില്ല എന്ന് പറഞ്ഞു. ഞാൻ വെന്റിലേറ്ററിലായി. പിറ്റേ ദിവസം, അതായത് ഞാൻ ജാനുവരി 28 സാറ്റർഡേ 4 o'clock എനിക്ക് സംഭവിക്കുന്നു. ഞാൻ ടോട്ടലി പോയി. പിറ്റേ ദിവസം സെയിം കാനഡയിലെ സാറ്റർഡേ സെയിം ഡേറ്റ് 28 4 o'clock അപ്പച്ചൻ മരിക്കുന്നു. അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ സമയത്ത് എനിക്ക് എൻ്റെ ഓർഗൻസൊക്കെ ഓട്ടോമാറ്റിക് ഓക്കെ ആയി. 3-ാമത്തെ ദിവസം ഞാൻ കണ്ണുറന്നു. ആ കണ്ണ് തുറക്കുമ്പോഴും എൻ്റെ ചുറ്റിനും ഫ്ലവേഴ്സാണ്. അത് അപ്പച്ചൻ്റെ അവിടെ വെച്ചേക്കുന്ന ഫ്ലവേഴ്സാണ്. പക്ഷെ എന്നെ അറിയിച്ചിട്ടില്ല അപ്പച്ചൻ മരിച്ചെന്നുള്ളത്. പക്ഷെ ചേട്ടനും ഇവരെല്ലാവർക്കും അത്ഭുതമായിരുന്നു. കാരണം ഞാൻ പറയുന്നതെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് കാണാം. അങ്ങനെ ഒരു വലിയൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, എൻ്റെ അപ്പനില്ലാണ്ട് ഞാൻ എങ്ങനെ ജീവിക്കും എന്നുള്ളത്. പക്ഷെ ദൈവം എന്നെ അതിൽ കൂടി സ്ട്രോങ് ആക്കി. ഞാൻ വളരെ കൂളായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്തു. കാരണം എൻ്റെ അപ്പച്ചനും ദൈവത്തിൻ്റെ സ്പിരിറ്റ് പരിശുദ്ധാത്മാവും എല്ലാം എൻ്റെ അടുത്തേക്ക് വന്നൊരു ഫീലിംഗ്, അത് ശരിക്കും ഞാൻ അനുഭവിച്ചറിഞ്ഞത്. ഒരു വലിയൊരു അത്ഭുതമായിരുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് പറയുന്ന പോലെ തന്നെ സുനിതയുടെ ജീവിതത്തിൽ വീണ്ടും അത്ഭുതങ്ങൾ ദൈവം കാണിച്ചു തരുന്നു അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമുക്ക് പ്രശ്നങ്ങളൊന്നും വരില്ലെന്നൊന്നും വിചാരിക്കേണ്ട. പ്രശ്നങ്ങൾ വരും, പക്ഷെ അത് ദൈവം അതെല്ലാം മാറ്റി വലിയൊരു അത്ഭുതത്തോടെ നമ്മുടെ പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ ശരിക്കും കൊണ്ടുവരും. ഓരോ പ്രാവശ്യം ശരിയാണ്, മനുഷ്യരാണ്, നമുക്ക് പ്രശ്നങ്ങൾ വരും, നമ്മൾ ദൈവത്തെ വിളിക്കുകയല്ലേ. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നു എന്നല്ല, അതിൽ നിന്ന് ദൈവം നമ്മളെപ്പോഴും നല്ലൊരു പാതയിലേക്ക് കരകയറ്റി. അതാ ദൈവത്തിനുള്ള വിശ്വാസം ശരിക്കും കേട്ടോ. അത് എല്ലാവരോടും പറയാണ്, പ്രാർത്ഥന എന്ന് പറഞ്ഞത് ഭയങ്കര ശക്തിയാണ്. അതെന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചാണ്. എൻ്റെ മോള് വഴി അന്ന് ഇതുപോലെ എന്നെ ദൈവം തൊട്ടതാ. വിഷമിക്കേണ്ട, അവള് വഴി സന്തോഷിക്കുന്ന ഒരു ദിവസം ഞാൻ നിനക്ക് തരുമെന്ന് എന്നോട് ദൈവം സംസാരിച്ചതാ. അതേപോലെ തന്നെ 15 വയസ്സായപ്പോഴേക്കും അവള് ലോകം അറിയപ്പെടുന്ന ഒരു നർത്തകിയായിട്ട് മാറി. തീർച്ചയായിട്ടും. അപ്പം പ്രാർത്ഥന എപ്പോഴും നമുക്ക് അതിന്റെ ഫലം, നമ്മുടെ സ്വീറ്റ്നെസ് കിട്ടും എന്നുള്ളത് സത്യമാണ്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ജീവിതത്തിലുണ്ട്. അപ്പം നമ്മളിതിപ്പോ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ വളരെ കൗതുകത്തോടു കൂടി റിസക്കുട്ടി നമ്മളെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ റിസക്കുട്ടി ഇങ്ങോട്ട് വിളിക്കാം. റിസമോളെ വന്നേ, കമോൺ. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട റിസമോള്. മോളുടെ ഡാൻസ് മിക്കവാറും ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. മോള് ഇന്നൊരു ഡാൻസ് കൂടെ കളിക്കും അല്ലേ? മോള് വളരെ സ്പെഷ്യലായ മോളാണ്. അപ്പോൾ അവളുടെ ഏറ്റവും വലിയ കഴിവാണ് ഡാൻസ്. അപ്പോൾ നമുക്ക് അവളുടെ ഒരു ചെറിയ ഒരു ഡാൻസ് കൂടെ കാണാം. മോള് ഡാൻസ് കളിക്കുമല്ലോ? ഓക്കെ. ആകാശനീലം എന്നേറെ നീളും കണ്ണിലുടനീളം കൈവിരൽ തുമ്പിൽ ഞാൻ ഇന്ന ചൂടും കുളിരിന്റെ ഹാരം നിന്നാട കണ്ണിൽ
ആരെഴുതിയാവും ആകാശനീലം എന്നേരെ നീളും കണ്ണിലുടനീളം. ശരിക്കും അവള് പള്ളിയിലാണ് ആദ്യത്തെ അവളുടെ പെർഫോമൻസ്. അത് കഴിഞ്ഞിട്ട് അത് ഫസ്റ്റ് ടൈം, അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് അതിന്റെ ഒരു യാത്ര തുടങ്ങുന്നത്? അത് കഴിഞ്ഞ് ശരിക്കും അവിടെ എയർഫോഴ്സിൽ വെച്ചിട്ട് ഹസ്ബൻഡ് എയർഫോഴ്സ് ആയിരുന്നു. അവിടെ 1-2 പ്രോഗ്രാം ചെയ്തു. അതിനുശേഷം ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ വന്നതിന് ശേഷം ഒരു വർഷത്തിന് ശേഷം ഇവൾക്ക് അങ്ങ് പ്രോഗ്രാംസ് തന്നെയായിരുന്നു. പിന്നെ ആർട്സ് മെയ്റ്റ്സ്, മലയാളി സമാജം, അങ്ങനെ പല പല സ്റ്റേജിലും, പിന്നെ കോമഡി ഉത്സവം അതിനകത്ത് കളിച്ചു. ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ഇപ്പൊ നമ്മൾ ഒരു ഡാൻസ് ചെയ്തിട്ട് വൈറലായി. അത് നമ്മുടെ ഫിലിം സ്റ്റാർ ജയസൂര്യ, വേണുഗോപാൽ, പാട്ട് പാടുന്ന വേണുഗോപാൽ സാർ, അങ്ങനെ അവരെല്ലാവരും എടുത്ത് ഷെയർ ചെയ്തു. എല്ലാവരും മിക്ക ആൾക്കാരും എന്നെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ വേൾഡ് മൊത്തം ഉള്ള ആൾക്കാർ ഇവൾക്ക് വേണ്ടി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ ഒരു വലിയൊരു അനുഗ്രഹമാണ്. താങ്ക് യു. നല്ലതുപോലെ വീണ്ടും ഒരുപാട് ഡാൻസ് ഒക്കെ ചെയ്യാൻ കഴിയട്ടെ. വളരെ ഫേമസ് ആകട്ടെ. സിനിമയും അതുപോലുള്ള തിരക്കൊക്കെ ഉള്ള ഒരാളായി മാറട്ടെ. ഇല്ലേ? മിടുക്കിക്കുട്ടി. അപ്പം ഇത്രയും സമയം നമ്മളോടൊപ്പം ഈ വിവരങ്ങളൊക്കെ ഷെയർ ചെയ്ത സുനിത നോയലാണ്, അതുപോലെ തന്നെ മോള് റിസ നോയൽ. അപ്പം ഇവരെ കൂടുതൽ നല്ല പെർഫോമൻസ് ഒക്കെ നമുക്ക് വേണ്ടി കാഴ്ചവെക്കും. സുനിതയ്ക്ക് ഡാൻസ് സ്കൂളുണ്ട്, അത്യാവശ്യം കുട്ടികളുണ്ട്. വീണ്ടും ആർക്കെങ്കിലും ഈ ഡാൻസ് സ്കൂളിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ നമ്പർ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം, ഇതിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ താങ്ക് യു സുനിത. വീണ്ടും നമുക്ക് കാണാം. ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു. Thank you. This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuman.